ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് 2025-2026 ഇന്ത്യയുടെ ഉറപ്പായിട്ടും ഏറ്റവും പോപ്പുലർ ലീഡറാണ്. ഒരു സമയത്ത് ഗ്ലോബലായിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ അകത്ത് 10 പേരിൽ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനത്തിലോട്ടാണ് മോദി വന്നത്. പോപ്പുലാരിറ്റി, അതായത് അത്രമാത്രം ജനകീയ അംഗീകാരം ഗ്ലോബലി കിട്ടുന്നു. അപ്പം ആ ലെവലിൽ നിൽക്കുന്ന മോദിയുടെ മൂന്നാം ടൈമിൽ അത് കഴിഞ്ഞ് 2025-26 ഏകദേശം നമുക്ക് 1 വർഷം ടൈം എടുക്കാം. അതായത് ഈ കഴിഞ്ഞ വർഷം ഇതേ സമയം തുടങ്ങിയത്, ഇതേ വർഷം എന്ത് നേട്ടമാണ് മോദി ഗവൺമെൻറ് ഉണ്ടാക്കിയത്? അതായത് ഞാൻ ഇതിനെ അപഗ്രഥിച്ച് അനലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 10 വർഷം 11 വർഷം കൊണ്ടുവന്ന ഇന്ത്യയെ നയിച്ച മോദി ഗവൺമെൻറ്റിൻ്റെ ദുരന്ത വർഷമായിരുന്നു 2025-26. ഇപ്പോൾ എന്നെ ആദ്യമൊക്കെ ഒത്തിരി തെറി വിളിച്ച് ഒത്തിരി ആൾക്കാരുണ്ട്. പല ആൾക്കാരും ഞാനിത് പറയുമ്പോഴും പലയിടത്തും തെറ്റുന്നുണ്ട്, കാലിടറുന്നുണ്ട്, ഡീറെയിൽ ചെയ്യുന്നുണ്ട്, ട്രാക്ക് മാറി ഓടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അന്ന് പല ആൾക്കാരും മോദി സ്തുതി, ഞാനും മോദി ഭക്തനൊന്നുമല്ല, മോദിയോട് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യക്കൊരു ദിശാബോധം കൊടുത്ത ഒരു ഭരണകർത്താവ്. കാരണം ഒരു വെർട്ടിക്കളല്ല, പല വെർട്ടിക്കൾ. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറുന്നു, മറ്റു പലതും മാറുന്നു. കാരണം ഒരു ഇൻ്റർനാഷണലി ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയാനുള്ള ബോധം ഉണ്ടാകുന്നു. കാരണം അവൻ പ്രൗഡായിട്ടും ഇന്ത്യക്കാരൻ എന്ന് പറയാൻ തുടങ്ങി. അപ്പം ആ ലെവലിൽ നിന്നും 2025-26 എന്താ ബേസിക്കലി സംഭവിച്ചത് എന്താണ്? അതായത് നല്ല കാലമോ കഷ്ടകാലമോ അസ്ട്രോളജി എന്ത് കുന്തം വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ ദുരന്ത വർഷം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ടൊരു കോട്ട് എടുക്കുകയാണ് സുർജിത് ഭല്ല. അദ്ദേഹം റൈറ്റ് വിങ് എക്കണോമിസ്റ്റാണ്, ഗ്ലോബലി അറിയപ്പെടുന്ന എക്കണോമിസ്റ്റാണ്. മോദിയുടെ ഏറ്റവും സപ്പോർട്ട് ബേസ്ഡ് ആണ്, ഒരു പ്രോ BJP ആണ് ഇദ്ദേഹം. ഇന്ത്യയിലെ വെൽ റെക്കഗ്നൈസ്ഡ് ആണ് സുർജിത് ഭല്ല. അദ്ദേഹം റഷ്യൻ ടുഡേ എന്ന് പറഞ്ഞ ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഈ കഴിഞ്ഞ 25 വർഷം ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പൊളിഞ്ഞു പോയത്, ഇന്ത്യ 25 വർഷം പുറകിലോട്ട് പോയെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ പറയുന്ന പോയിന്റ് വളരെ കറക്റ്റാണ്. അല്ല, നമ്മൾ ഈ സെൻസസ് ഒക്കെ നോക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ കറൻസിയുടെ വാല്യൂ അന്ന് നോക്കണം 25 വർഷം മുമ്പ്. ഇന്നെവിടെയാണ് ആ കറൻസി എത്തി നിൽക്കുന്നത്? 100 അടുക്കാൻ ഇനി 5 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. ഏറ്റവും വലിയ പതനം കഴിഞ്ഞ 1 വർഷം കൊണ്ട് മോദി ഉണ്ടാക്കി വെച്ചത് ഇന്ത്യയുടെ രൂപയുടെ തകർച്ചയായിരുന്നു. അതായത് കൊളോസൽ ഡിസാസ്റ്റർ, ഹിമാലയ പതനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വട്ടിഞ്ഞങ്ങ് താന്നീ സാധനം. ഒരു രാജ്യത്തിൻ്റെ കറൻസി, അതായത് വേസ്റ്റ് പെർഫോമിംഗ് കറൻസി ഇൻ ദ വേൾഡ്, ആ സ്ഥാനത്തിലോട്ടാണ് മോദി ഇന്ത്യൻ കറൻസിയെ മാറ്റിയത്. അതോടുകൂടി മനസ്സിലാക്കണം, ഒരു രാജ്യത്തിൻ്റെ കറൻസി പൊളിയുകയാണെങ്കിൽ, അതുമല്ല ഗ്രോയിങ് എക്കോണമിയുടെ കറൻസിയാണ് പൊളിഞ്ഞിരിക്കുന്നത്, അതിനകത്തൊന്നും യാതൊരു ന്യായീകരണവും പറ്റത്തില്ല. അതായത് പൊളിഞ്ഞു. അത് തന്നെയാണ് അതിൻ്റെ കാര്യം. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് ശരിക്കും ഷ്രിങ്കേജായി. എന്താ അതിൻ്റെ കാരണം? അതായത് മോദിയുടെ പല അഹങ്കാരങ്ങളും പിടിപ്പുകേടും അതിൻ്റെ കാരണം. എന്തൊക്കെയോ ഒരു ധാരണയായി. G20 ഒക്കെ ഇന്ത്യയിൽ നടത്തി. നേരത്തെ ഫ്രാൻസിൽ വെച്ച് G7 മീറ്റിങ്ങും G5 മീറ്റിങ്ങിലൊക്കെ ഇന്ത്യ ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം ഗ്രോയിങ് എക്കോണമി, ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണകർത്താവ്. അതായത് ഇന്ത്യൻ ഡയസ്പോറ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്. അപ്പം ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരികയാണ്, ഇന്ത്യയുടെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു നേതാവിനെ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ മീഡിയ മോദിയെ വല്ലാത്ത രീതിയിൽ, നമ്മുടെ PR-ൻ്റെ പ്രശ്നം അതൊന്നും എനിക്കറിയത്തൊന്നുമില്ല, പക്ഷെ ഗ്ലോബൽ മീഡിയ മോദിക്ക് കൊടുത്ത വല്ലാത്തൊരു പ്ലാറ്റ്ഫോമുണ്ട്. അതായത് എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിന് കൊടുക്കുന്ന ആ രീതിയിലുള്ള താല്പര്യത്തോടു കൂടി മോദിയുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ പോലും ഇൻ്റർനാഷണൽ ഗ്ലോബൽ മീഡിയയിൽ അടിച്ചു വരാൻ തുടങ്ങി ഫ്രണ്ട് പേജിൽ. കാരണം ഞാൻ ഇതൊക്കെ വായിക്കുന്നയാളാണ്. ഇന്ത്യയുടെ എക്കോണമി, റൂറൽ എക്കോണമി, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയുടെ ഗ്രോയിങ് എക്കോണമി,
ഇതിനെപ്പറ്റിയൊക്കെ നിരന്തരമായിട്ട് ആർട്ടിക്കിൾ വരാൻ തുടങ്ങി. ഈ പറയുന്ന ഗ്ലോബൽ പല ഡെയിലികളുടെ ആൾക്കാർ, അതായത് അവർക്കിവിടെ റിപ്പോർട്ടേഴ്സും സ്റ്റിങ്ങേഴ്സും ഒക്കെ കാണും. പക്ഷെ അവരുടെയൊക്കെ ഓൺ റിപ്പോർട്ടേഴ്സിനെ അവർ ഇവിടെ വിട്ട് ഇന്ത്യയുടെ പലത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ 10 വർഷം മുമ്പ് ഉണ്ടായ സംഭവം. കാരണം ഇതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നത്. കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഗ്ലോബലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു പോയിന്റിലോട്ട് വരട്ടെ. കറൻസി കഴിഞ്ഞു, ഇനി അടുത്തൊരു പോയിന്റിലോട്ട് വരട്ടെ. ഇന്ത്യ 4ാം സ്ഥാനത്തായിരുന്നു ഗ്ലോബൽ GDP-യിൽ. ആ 4ാം സ്ഥാനത്തുനിന്ന് ഒരു വർഷം എടുത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യ 6ാം സ്ഥാനത്തേട്ട് തെറിച്ചു. രൂപയുടെ മൂല്യം കുറഞ്ഞു, ഗ്ലോബൽ GDP-യിൽ 6ാം സ്ഥാനത്തോട്ട് തെറിച്ചു. ഇന്ത്യയുടെ ഗ്രോത്ത് RBI ആദ്യം പറഞ്ഞു ഇന്ത്യയുടെ ഗ്രോത്ത് 6.1-നകത്തേ വരാൻ സാധ്യതയുള്ളൂ. മനസ്സിലാക്കുക, കഴിഞ്ഞ 3-4 മാസം മുമ്പ് അവസാന ക്വാർട്ടറിൽ ഇന്ത്യ പറഞ്ഞിരുന്ന 8.2 എന്ന് പറഞ്ഞ കള്ളക്കണക്ക്, അതും പൊളിഞ്ഞുപോയി. വേറൊരു കാര്യം പറയട്ടെ, ഒരു സാധാരണ ഇന്ത്യക്കാരൻ, ഞാനും കുടുംബമൊക്കെ ഇവിടുത്തെ ഗ്രോസറി സ്റ്റോറിൽ, റിലയൻസ് മോളിലും അവിടെയൊക്കെ പോയിട്ടാണ് ഈ സാധനം വാങ്ങുന്നത്. മനസ്സിലാക്കുക, GST റിഫോംസ് ഇന്ത്യയിൽ പെട്ടെന്ന് കൊണ്ടുവന്നു. കാരണം അമേരിക്കൻ ട്രേഡുമായി പേടിച്ചിട്ട്. ഇനി റിഫോംസ് കൊണ്ടുവന്നു, ആദ്യം ഇതിൻ്റെ ഗ്രോത്ത് കാണിച്ചു. ഇന്ത്യയുടെ GST കളക്ഷൻ നല്ലപോലെ ഉണ്ടായി. പിന്നീട് അത് ഡിക്ലൈൻ ചെയ്തു. ഇപ്പം ഫിനാൻസ് മിനിസ്ട്രി വലിയ കൊട്ടി ആഘോഷിക്കുന്നൊന്നുമില്ല ഇന്ത്യയുടെ GST കളക്ഷൻ. എന്താ കാരണം? കളക്ഷൻ വളരെ വളരെ മോശമായിട്ട് താപ്പോട്ട് പോവുകയാണ്. അതായത് ഈ മോളുകളിലും അതേപോലെ വലിയ വലിയ കടകളിലൊക്കെ പോകുമ്പോൾ, ഗ്രോസറി മേടിക്കാനും മറ്റുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ചില സാധനങ്ങൾ മേടിച്ച സ്കീമുണ്ട്. ഒരു സാധനം വിളിച്ചാൽ 1+1, 1+2. ഇന്ന് ഏതെങ്കിലും ഇന്ത്യൻ മോളുകളിൽ ചില വിൽക്കാത്ത സാധനങ്ങൾ കാണും, അതിൻ്റെയൊക്കെ സ്കീം കാണും. പോപ്പുലറായിട്ടുള്ള എസെൻഷ്യൽ കമോഡിറ്റി, അതായത് പല സാധനങ്ങളുണ്ട്, അതിനൊക്കെ ഇങ്ങനെ കാണും. വോളിയൂം ഓഫ് സെയിൽ കൂടുന്ന നേരത്ത് ആ കമ്പനിക്ക് ലാഭം കൂടുമ്പോൾ അവരിങ്ങനെ സ്കീം കൊടുത്തുകൊണ്ട് മുഴുവനും വിറ്റഴിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഈ സ്കീമുകളൊന്നും ഇല്ലാത്തത്? എന്താ അതിൻ്റെ കാര്യം? എന്താ? അതായത് ഈ പറയുന്ന വലിയ സംഭവമാണ് മോദിയത്തോ മുംകിൻ, അതായത് മോദി ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുക, കഴിഞ്ഞ 2 മാസമായിട്ട് ഈ സ്കീമുകൾ എന്താ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ സാധനങ്ങൾക്ക് വില ഷൂട്ട് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ സാധനങ്ങൾ എന്താ മാർക്കറ്റിൽ നിന്ന് വിറ്റഴിഞ്ഞു പോകാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാകും? ആളുകളുടെ പണമില്ല, അതാ കാരണം. അതായത് മോദി കാണിച്ച ബ്ലണ്ടറാണ് അമേരിക്കയുമായിട്ട് തെറ്റിയത്. അതോട് കാര്യങ്ങളുടെ പോക്കുകളൊക്കെ അങ്ങ് നിലച്ചുപോയി. മോദിയുടെയും ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ നമ്മളിനി ലോകത്തെ അങ്ങ് ഭരിക്കുന്നു. ഇന്ത്യക്ക് അങ്ങനൊന്നും ഈ പെട്ടെന്ന് കയറി ചാടാനൊന്നും ചാടാൻ പറ്റത്തില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡബിൾ രാജ്യമാണ്. ഇനി കഴിഞ്ഞ 1 വർഷം എടുക്കാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്തു. വെറുതെ റോഡിൽ കൂടെ നടന്ന് ബജറാങ്ങൾ അടിക്കുന്നു, പിടിക്കുന്നു, വീടുകളിൽ കയറി ബഹളം. ഇത് ഗ്ലോബലായിട്ട് ഇന്ത്യക്കുണ്ടാക്കിയ നാണക്കേടുണ്ട്. ചെറിയ നാണക്കേടല്ല, വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഗ്ലോബൽ മീഡിയ ഒന്നടങ്കം ഇന്ത്യയെ പറ്റി മോശമായിട്ട് എഴുതാൻ തുടങ്ങി. അതായത് ക്രിസ്തുമസിൻ്റെ ബഹളം, കാരണം എവിടെയും പോയിട്ട് ഒരാളോട് ജാതിയും മതവും ഒക്കെ ചോദിച്ച് അതേപോലെ അടി കിട്ടുന്നതെല്ലാം ഈ പാവം പിടിച്ച ദളിത്താണ്. അതിൻ്റെ കാര്യം എന്തോ, അതിൻ്റെ അടുത്ത പ്രോഡക്റ്റ് ഉണ്ടായി. മനസ്സിലാക്കുക, ഈ പറഞ്ഞ കൺവേർട്ട് ചെയ്തവനെല്ലാം കൂടെ റോഡിൽ കൂടി ദളിത് സൈൻ്റെ നേതാക്കളുമായി. ഇപ്പോഴാണ് ബജറാങ് ദളും സംഘപരിവാറിന് മനസ്സിലായത് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിരിക്കും. ചിലപ്പോൾ അത് പല ഇലക്ഷനെയും കയറി ബാധിക്കുമെന്ന് പിടികിട്ടി. ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതേപോലെ ജോലി നിങ്ങൾ മനസ്സിലാക്കിയോ? കഴിഞ്ഞ 1 വർഷം ഈ പറയുന്ന H1B വിസ ഇന്ത്യ പല ആൾക്കാരിലും വിസ റിന്യൂ ചെയ്തിട്ടില്ല. മോദിയുടെ വലിയ വാഗ്ദാനമാണ് H1B വിസക്കാർ ഇന്ത്യയെ വരണ്ട, അമേരിക്കയിൽ തന്നെ അവർക്ക് റിന്യൂ ചെയ്യാം. ഈ പറയുന്ന വലിയ പ്രശ്നമൊന്നുമില്ല. അമേരിക്കൻ വിസ, അതേപോലെ സ്റ്റുഡൻറ്റ് വിസ, അമേരിക്കയിലുള്ള സ്റ്റുഡൻറ്റ് വിസ ഷാർപ്പായിട്ട് വെട്ടിക്കുറച്ച് അമേരിക്ക. H1B വിസ ഏതാണ്ട് ഓൾമോസ്റ്റ് സസ്പെൻഡ് അല്ല, ഡിസ്മിസ് രീതിയിലാക്കി. $1 ലക്ഷം അവിടെ പെനാൽറ്റി അടച്ചു കഴിഞ്ഞാൽ മാത്രമേ H1B വിസ കൊടുക്കൂ. പല അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഐ ടിയുമായി ബന്ധപ്പെട്ട്. ആ കമ്പനികൾ എന്ത് ചെയ്തു?
ഇന്ത്യക്കാരെ ഹയർ ചെയ്യുന്ന ഇന്ത്യയിലങ്ങ് നിർത്തിവെച്ചു. മനസ്സിലാക്കുക, IT പഴയ പോലെ ജോലിയല്ല, ജോലി പോയിക്കൊണ്ടിരിക്കുക. ഇന്ത്യൻ കമ്പനികളായ TCS ആണെങ്കിലും, അമേരിക്കയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫേസ്ബുക്ക് ആണെങ്കിലും, മെറ്റ ആണെങ്കിലും, ഒറാക്കിൾ ആണെങ്കിലും, IBM ആണെങ്കിലും, എല്ലാ കമ്പനികളും അവരുടെ അകത്ത് മുഴുവനും AI കയറി ഇൻ്റഗ്രേറ്റ് ചെയ്തു. ആൾക്കാരെ ഷാർപ്പായിട്ട് അങ്ങ് കുറച്ചു. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകൾ അവിടെ പോയി ഭയങ്കരമായിട്ട് കുട്ടി ആഘോഷിച്ചാണ്. യൂണിപോളാർ സ്റ്റാർട്ടപ്പ്, ആ സ്റ്റാർട്ടപ്പ്, ഈ സ്റ്റാർട്ടപ്പുകൾ എവിടെ പോയി? സ്റ്റാർട്ടപ്പുകളും പൊളിഞ്ഞുപോയി. നിലനിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഈ ഡെലിവറി ബോയ് ആയിട്ട് ആൾക്കാർ കൊടുക്കുന്ന സാധനം. ഇത് മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടപ്പ് ഈ പിടിച്ചു നിന്ന്. അതും പലതും ഇപ്പം കഷ്ടത്തിലായിരിക്കുകയാണ്. കാരണം കുരിയർ സർവീസ് അതൊക്കെയാണുള്ളത്. ഇപ്പം ഇന്ത്യയിലെ തൊഴിലെന്ന് പറയുന്നത് ചോദ്യചിഹ്നമായി. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റ് റേറ്റിനെ പറ്റിയും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ പുറത്ത് വിടാത്തത്? എത്ര ജോലി കിട്ടി, എത്ര പേർക്ക് ജോലി കൊടുത്തു, കിട്ടിയെന്നതിന് പറയുന്നേ ഇല്ല. എഞ്ചിനീയറിങ് കഴിഞ്ഞും, ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞും, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞും ഒരു വർഷം ഇത്രയും പേരാണ് പുറത്ത് വരുന്നത്. എത്ര പേർക്ക് ജോലി കിട്ടുന്നു? അതിനെപ്പറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നുമില്ല. ഇവിടെയുള്ള ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ പ്രശ്നം എന്താ സാർ? ഏറ്റവും വലിയ സംഭവം എന്തുവാ? അവർക്കറിയാം ഇന്ത്യ നിന്നാൽ രക്ഷപ്പെടുത്തില്ല. അവരെങ്ങനെങ്കിലും വീടും പറമ്പും സ്ഥലവും ഒക്കെ വിറ്റ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നു. അത് എവിടെ വേണമെങ്കിലും എവിടെ പോകാനും തയ്യാറാണ്. കാരണം ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ ചാൻസ് ഇല്ലാതായി. ഗ്രോത്ത് റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് വയബിളും, അതായത് നല്ല എൻകറേജ് ചെയ്ത് ഫ്ലറിഷ് ചെയ്യുകയുള്ളൂ. മാർക്കറ്റ് തണുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും ബാധിക്കും. അതേപോലെ ഇന്ത്യയുടെ കാറുകൾ, 4 വീലർ, അതിൻ്റെ സെയിൽസ് അവിടെ പോയി. ഇന്ത്യയുടെ ഏവിയേഷൻ, നിങ്ങൾക്കറിയാം ഏവിയേഷന് ഭയങ്കരമായിട്ട് ചാർജ് കൂടി. മിഡിൽ ഈസ്റ്റ് ഏഷ്യ അതിനു മുമ്പ് തന്നെ ചാർജ് കൂടി. ആൾക്കാർ ഫ്ലൈ ചെയ്യുന്നില്ല. അതാണ് പല വീഡിയോയിലും ഞാൻ 2-3 വീഡിയോ ഞാൻ പറഞ്ഞ് ഇന്ത്യയിൽ ഏകദേശം 25-26 എയർപോർട്ടുകൾ അടച്ച് പൂട്ടി. ഇതാണ് സ്ഥിതി. ഹൈവേകൾ ഇഷ്ടം പോലൊക്കെ ഉണ്ടാക്കിയിട്ടു. അധികം ഹൈവേ ഒക്കെ empty ആണ്. അതിൻ്റെ അകത്ത് ഹൈവേയുടെ വോളിയം കൊണ്ട് ഇത്രയും വണ്ടികൾ ഓടണം. അപ്പോൾ ഇപ്പോൾ പുതിയൊരു കണക്ക് വരുന്ന ഹൈവേയിലെ ടോളിൻ്റെ കളക്ഷൻ അവരെന്താണ് ഉദ്ദേശിച്ചത് അതിൻ്റെ പകുതി പോലും വരുന്നില്ല. കാരണം എന്താ? വണ്ടികൾ വലുതായിട്ട് ഓടുന്നില്ല, മൂവ്മെൻറ്റ് നടക്കുന്നില്ല. വെസ്റ്റ് ഏഷ്യ ഇഷ്യൂ കൂടെ കയറി വന്നു, ഗ്ലോബലായിട്ടുള്ള ഇഷ്യൂ കയറി വന്നു. ഇന്ത്യൻ എക്കോണമിയെ സാരമായിട്ട് ബാധിക്കാൻ തുടങ്ങി. അതാണ് കഴിഞ്ഞ ഒരു വർഷം മോദി ഗവൺമെൻറ്റിൻ്റെ എല്ലാ രീതിയും കൊണ്ടും ഡിപ്ലോമസി നമ്മൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള ബന്ധമില്ലാതായി. മനസ്സിലാക്കുക, കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ട്രാവൽ ചെയ്യുന്ന ലീഡറാണ്. എല്ലാവരും അക്സെപ്റ്റഡ് ആണ്. എവിടെ പോയി ആ ട്രാവലിങ്? എത്ര രാജ്യത്ത് പോയി? അതിനുശേഷം ആ സമയം നോക്കി ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും പ്രസിഡൻറ്റും ചാൻസലറും ഇന്ത്യ വന്ന് അവർ കച്ചവടം നടത്തിയിട്ടങ്ങ് പോയി. ഇൻക്ലൂഡിങ് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വന്ന് അയാളും കച്ചവടം നടത്തിയിട്ട് പോയി. അവരൊക്കെ ഒരു പേരിന് ഒരു മദേഴ്സ് ഓഫ് ഓൾ ഡീൽ എന്നും പറഞ്ഞുകൊണ്ട് സാധനം ഉണ്ടാക്കി ഇന്ത്യയിലോട്ട് ഡംപ് ചെയ്യാൻ ശ്രമിച്ചു. ഇനി ചൈനയുടെ കാര്യം കൂടെ നിങ്ങൾ കേട്ടിരിക്കണം. ചൈനയുമായിട്ടുള്ള നമ്മുടെ സർപ്ലസ്, അതായത് അവിടെ നിന്നുള്ള ഇങ്ങോട്ട് ഇമ്പോർട്ട് അതിഭയങ്കരമായിട്ടങ്ങ് കൂടി. ഡയറക്റ്റ് ഹോമാണ്, നേരിട്ട് ചൈനയിൽ നിന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ്, ഹോൾസെയിൽ ഡീലേഴ്സ് അല്ല. ആ രീതിയിൽ ചൈനയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം പോയി സൈൻ ചെയ്ത് കൊടുത്തു. അതായത് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും സാധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്തിക്കുന്ന രീതിയിൽ ഡയറക്റ്റ് ഹോം ചൈനയിൽ നിന്നും ഉണ്ടാകാൻ തുടങ്ങി. ഇതൊക്കെ കൂടി വന്നു കഴിയുമ്പോൾ ഇന്ത്യയിലെ ബിസിനസ്സുകാരെന്ത് ചെയ്യും? ഇന്ത്യയിലെ ചെറുകിട കച്ചവടക്കാരെന്ത് ചെയ്യും? ഇന്ത്യയിലെ ചെറുകിട ഈ ഗാർമെൻറ്റ്സും അതും ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും? കാരണം അതിൻ്റെ 4-1 വിലക്കാണ് ചൈനീസ് സാധനം കിട്ടുന്നത്. ഈ പറയുന്ന ഇമ്പോർട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ചൈനയുമായിട്ടുള്ള ട്രേഡിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ രീതിയിലാക്കി എടുത്തു മോദി. ഇനി പോട്ടെ, ഇത് ബംഗ്ലാദേശുമായിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയതാരാ? ഇന്ത്യക്ക്. കാരണം എല്ലാ ഇന്ത്യക്കാരുടെ പലരുടെയും ധാരണ ഇന്ത്യ ബംഗ്ലാദേശിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നു. ഇന്ത്യ ഭയങ്കരമായിട്ട് ബംഗ്ലാദേശി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചണമാണെങ്കിലും സവാളയാണെങ്കിലും പല അഗ്രികൾച്ചർ സാധനം. അത് കുറച്ച് നാളത്തേക്ക് അതും കൂടെ അങ്ങ് ബ്ലോക്കായി. പുതിയ ഗവൺമെൻറ് വന്നു. അതുമായിട്ട് മനസ്സിലാക്കും ഇതിൻ്റെയൊക്കെ കടിഞ്ഞാണെന്ന് പറയുന്നത് ലോകത്തെല്ലാ രാജ്യങ്ങളുടെയും കടിഞ്ഞാൺ അമേരിക്കയുടെ കയ്യിലാണ്. ഇതാണ് അത് അവസാന നിമിഷമാണ് മോദി ഗവൺമെൻറ്റിന് പിടികിട്ടിയത്. അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് ട്രേഡ്
ലോകത്തില്ലാത്തൊരു വ്യവസ്ഥിതി ഉണ്ടാക്കിയിട്ട് പോയി സൈൻ ചെയ്ത് കൊടുത്തത്. അമേരിക്കൻ അഗ്രികൾച്ചർ പ്രോഡക്റ്റോ സാധനങ്ങളൊക്കെ ഇന്ത്യ വരാൻ പോവുകയാണ്. അതോടുകൂടി മനസ്സിലാക്കുക, ഇന്ത്യൻ എക്കോണമിയുടെ വെടി തീർത്തു പോകും. ഇത്രയുള്ള അതിൻ്റെ കാര്യം. അതായത് ദുരന്ത വർഷമായിരുന്നു കഴിഞ്ഞ 2005 2026 മോദി ഗവൺമെൻറ് ഇന്ത്യക്ക് കൊടുത്ത, ഒരു സാധാരണ ഇന്ത്യക്കാരന് കൊടുത്ത ഏറ്റവും ദുരന്ത വർഷമായിട്ട് അത് മാറി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.